ഹായ്, നമുക്കിപ്പോൾ ഇന്നൊരു OTGയിൽ എങ്ങനെ ഒരു റൊട്ടിസറി ചിക്കൻ ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ടൊരു ഫുൾ കോഴി നമ്മൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടുന്ന റൊട്ടിസറി സെറ്റാണ്. ഇത് ഈ OTG ഓവൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് നമുക്ക്. അതിൻ്റെ ഒരു സൈഡിലുള്ള സ്ക്യൂർ മാത്രം നമുക്ക് ആ സ്ക്രൂ ഊരിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ നടുഭാഗത്തുകൂടെ നമുക്ക് ഈ സ്ക്യൂർ അമർത്തി നല്ല ടൈറ്റാക്കി അമർത്തി അങ്ങോട്ട് കയറ്റാം. എന്നിട്ട് ഇപ്പോഴത്തെ ആ സ്ക്യൂർ നമ്മൾ ആ ചിക്കൻ്റെ മാംസത്തിലേക്ക് നല്ലപോലെ അങ്ങോട്ട് കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഊരി വെച്ചേക്കുന്ന സ്ക്യൂറും ഇപ്പോഴത്തെ സൈഡിൽ കൂടെ കയറ്റിയിട്ട് ആ തം സ്ക്രൂ വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോഴി മിഡിൽ പാർട്ടിലായിരിക്കണം, സെൻറ്റർ പാർട്ടിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് നമുക്കൊരു നൂലുപയോഗിച്ച് കാല് രണ്ടും കൂട്ടിക്കെട്ടാം. എന്നിട്ട് വിങ്സും നമുക്കൊന്ന് കൂട്ടിക്കെട്ടാം. ഇത് രണ്ടും സ്പ്ലിറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് OTGയിലോട്ട് നമുക്ക് ഡ്രൈവ് സോക്കറ്റ് ഉണ്ട്, അതിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ചിക്കനിൽ നിന്ന് വരുന്ന ഓയിൽ ഓവനിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട് താഴെ. സോ നമുക്ക് ടെമ്പറേച്ചർ മാക്സിമം ആക്കാം. ആൻഡ് മോഡ് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ് പ്ലസ് കൺവെക്ഷൻ സെലക്ട് ചെയ്യാം. ടൈമർ നമുക്കൊരു 50 to 60 മിനിറ്റ്സ് വരെ വെക്കാം, ഒരു 1 hour. അപ്പോഴേക്കും നമുക്കിത് ടൈമർ സെറ്റായി കഴിയുമ്പോൾ തന്നെ ചിക്കൻ ഇങ്ങനെ റൊട്ടേറ്റ് ആവാൻ തുടങ്ങും. നമുക്കപ്പോൾ അതൊരു 1 hour നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 hour കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ റൊട്ടിസറി ചിക്കൻ പ്രിപ്പയർഡായി, നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഈ OTGയുടെ ഒപ്പം തന്നെ നമുക്കൊരു റൊട്ടിസറി ഹാൻഡിൽ കിട്ടുന്നുണ്ട്. ഈ ഹാൻഡിൽ നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്. ആ 2 പോയിൻറ്റിൽ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ സോക്കറ്റിൽ നിന്ന് റിമൂവ് ആയിക്കോളും. നമുക്ക് ഈ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ 2 സൈഡിലുള്ള സ്ക്യൂറും ആ സ്ക്രൂ ഒന്ന് ഊരിയിട്ട് നമുക്ക് ആ ചിക്കനിൽ നിന്ന് ഈ സ്പിറ്റ് ഊരിയെടുക്കാം. സോ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാം. ഇത് നമുക്ക് നല്ല മന്തി റൈസിൻ്റെ ഒപ്പം നല്ല ബെസ്റ്റ് കോംബോ ആണ്, വിത്ത് മയണൈസ് ആൻഡ് ടൊമാറ്റോ ഡിപ്പ്. ഞങ്ങളിവിടെ പൊറോട്ടയാണ് മേടിച്ചത് വിത്ത് ലേസ് ആൻഡ് ഓൾ. സോ ഗൈസ്, ട്രൈ ദിസ് ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.